ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കയ്യിലുള്ള ഒരു ഐഫോൺ എക്സ് ആണ്. ഫേസ് ഐ ഡി വർക്ക് ചെയ്യാത്ത ഒരു ഫോണാണിത്. അതിൽ ഫേസ് ഐ ഡി സ്കാൻ ചെയ്ത് ഞാൻ ഒരുപാട് സ്കാൻ ചെയ്ത് നോക്കി. ഇപ്പോൾ എൻ്റെ നേരെ മുന്നിൽ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഫോണാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ സ്കാൻ ചെയ്ത് കാണിക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഇതിൽ ഫേസ് ഐ ഡി വർക്ക് ചെയ്യണില്ല. എപ്പോഴും ഈ ഒരു എന്താ പറയുക, മൂവ് ചെയ്യുക, നമ്മുടെ ഫോണ് അല്ലെങ്കിൽ ഫേസ് അങ്ങോട്ടോട്ട് മൂവ് ചെയ്യുക എന്നുള്ള ഒരുപാട് മിസ് എല്ലാവർക്കും അറിയുന്നതാണ്. ഐഫോൺ എക്സ് മുതൽ മേലോട്ടുള്ള ഫോണുകളിലൊക്കെ വരുന്നൊരു കംപ്ലൈൻ്റ് ആണത്. അപ്പോൾ ഈ ഒരു മോഡലിലും ആ ഒരു കംപ്ലൈൻ്റ് ആണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫോണ് മറ്റെവിടുന്നോ ബാറ്ററി മാറി അതിന് ശേഷമാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പൊതുവേ നമുക്കറിയാം ഐഫോൺ എക്സ് മുതൽ അങ്ങോട്ടുള്ള മോഡലൊക്കെ ആണെങ്കിൽ ഈ ഒരു ഫേസ് ഐ ഡി സ്ട്രിപ്പ് ഒരുപാട് കാലമായിട്ട് അതിൻ്റെ ഉള്ളിൽ മടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അതിന് സ്വാഭാവികമായിട്ടും പൊട്ടൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ബ്രേക്ക് ആവുന്നൊരു കണ്ടീഷൻ വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊന്ന് കഴിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് അവസ്ഥ എന്ന് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കഴിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഒരു സെൻസർ അതുപോലെ സ്പീക്കർ അതിലേക്ക് പോകുന്ന ആ ഒരു കേബിൾ ഇതിലാണ് ഏറ്റവും കൂടുതൽ ബ്രേക്കിംഗ് നടക്കാറുള്ളത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും ചെറിയ രീതിയിൽ അതിൻ്റെ രണ്ട് തലഭാഗത്തും ചെറിയ രീതിയിൽ പൊട്ടൽ വന്നിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഫേസ് ഐ ഡി കിട്ടാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇത് ഇവിടെ കംപ്ലീറ്റ് സ്ക്രാച്ച് ചെയ്ത് അവിടെ തന്നെയാണ് കംപ്ലൈൻറ്റ് എങ്കിൽ അത് നമ്മൾ മൈക്രോസ്കോപ്പിന് താഴെ വെച്ചിട്ട് ഒന്ന് മൈക്രോ സോൾഡർ ചെയ്ത് ഈ ഒരു സ്ട്രിപ്പ് തന്നെ നമ്മൾ ക്ലിയർ ആക്കി എടുക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഒന്ന് സ്ക്രാച്ച് ചെയ്ത് ആ പരിപാടിയിലേക്ക് നീങ്ങാം. അപ്പോൾ ഇതിൻ്റെ മൈക്രോ സോൾഡറിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ UV ഗ്ലോ ഒക്കെ ഇട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം അത് കംപ്ലീറ്റ് റെക്കോർഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച്, പക്ഷേ ആ ഒരു ഭാഗം ശരിക്കുള്ള ഒരു റെക്കോർഡിങ് കിട്ടിയില്ല. ഇടയ്ക്ക് തന്നെ ഒരു ബഫറിങ് പോലെ വന്നതുകൊണ്ട് മാത്രമാണ് പിന്നെ ഞാനത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താഞ്ഞത്. നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ രണ്ട് സൈഡിലും ജമ്പർ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സൈഡാണ് ഈ കാണുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത് മറ്റൊരു സൈഡാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് ഭാഗത്തായിട്ടും ജമ്പർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി നമ്മുടെ ജമ്പറിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്തായാലും ഇത് ഫോണിൽ സെറ്റ് ചെയ്ത് എന്താണ് കണ്ടീഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഫോൺ ഓണായി വന്നിട്ടുണ്ട്. നമുക്കിനി സെറ്റിങ്സിൽ കയറിയിട്ട് പുതിയൊരു ഫേസ് ഐ ഡി സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നേരെ ഫേസ് ഐ ഡി ആൻഡ് പാസ്കോഡ് എടുക്കുക, സെറ്റപ്പ് ഫേസ് ഐ ഡി.
നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ തുടക്കത്തിലും ഇത് തന്നെയാണ് ഞാൻ വന്നത്. എൻ്റെ ഫേസിന് നേരെ എൻ്റെ റെക്കോർഡിങ് ക്യാമറ ആയിരുന്നു. നിങ്ങൾ ഡൗട്ട് ഉണ്ടാവും അഥവാ ഞാൻ ഫേക്കായിട്ടാണോ കാണിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ കറക്റ്റ് സ്കാനിങ് നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ റൈറ്റ് സൈഡിലേക്ക് പിടിച്ചിട്ട് സ്കാൻ ചെയ്യണം. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ഒരു ക്ലിയർ കുറവ് ഉണ്ടാവും. അല്ലാണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ നേരെ ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ ഫോണുള്ളത് കൊണ്ട്. അപ്പോൾ ഫേസ് സൈഡിൻ്റെ ആ ഒരു 2 ഘട്ടവും എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു മൈക്രോ സോൾഡറിങ്ങിലൂടെ നമുക്ക് ഈ ഒരു ഫോൺ ഇവിടെ റെഡിയാക്കി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ SLC, +2 ഡിഗ്രി, ഡിപ്ലോമ ഇതൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ടെക്നീഷ്യൻ ആവാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് അങ്ങനെ പഠിക്കേണ്ടവർക്ക് അങ്ങനെ പഠിക്കാം. ഓൺലൈൻ വഴി പഠിക്കാനാണ് ആഗ്രഹമെങ്കിൽ, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരാൻ കഴിയാത്തവർക്കാണെങ്കിൽ മറ്റുള്ള ഷോപ്പുകളിലും മറ്റൊക്കെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിൽ ഞാൻ തന്നെ നടത്തുന്ന ഓൺലൈൻ ക്ലാസ്സിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് അഡ്മിഷൻ, അതായത് നെക്സ്റ്റ് ക്ലാസ് ആരംഭിക്കുന്നത് വരുന്ന 13-ാം തീയതിയാണ്. അപ്പോൾ അതിലേക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഓഫീസ് നമ്പർ താഴെ വെക്കുന്നുണ്ട്, അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.